നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. കേരള സംസ്ഥാനത്തെ പോളിടെക്നിക്കിലെ 2025-26 അക്കാഡമിക് ഇയറിലെ പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും www.polyadmission.org എന്ന സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഈ സൈറ്റ് വഴി തന്നെ വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 ജൂൺ 10 വരെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ, ഒറ്റത്തവണ രജിസ്ട്രേഷനുള്ള അവസരം ഉണ്ടായതിനു ശേഷം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് 2025 ജൂൺ 12 വരെയാണ് അവസരം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായും ജൂൺ 12 മുമ്പ് അപേക്ഷിച്ചിരിക്കണം. അതേപോലെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ ജൂൺ 18 പബ്ലിഷ് ചെയ്യുകയും ഓൺലൈൻ കറക്ഷന് വേണ്ടി 21-ാം തീയതി കറക്ഷൻ സമയമുണ്ട്. ഫൈനൽ അലോട്ട്മെന്റ് 2025 ജൂൺ 25 ആയിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അതിലേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് 30 സമയമുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് ജൂലൈ 5 നടന്നിട്ട് ജൂലൈ 10 നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എല്ലാ നടപടികളിലും അഡ്മിഷൻ ക്ലോസ് ചെയ്യുക 2025 ഓഗസ്റ്റ് 14 ക്ലോസ് ചെയ്യുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും www.polyadmission.org എന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത്. പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാനായിട്ട് പറ്റും. ആദ്യം ഒരു വൺ ടൈം രജിസ്ട്രേഷൻ വേണം, പ്രത്യേകം മനസ്സിലാക്കുക. അതിലേക്ക് ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ 200 രൂപ ഓൺലൈനായിട്ട് ഫീസ് അടച്ച് വേണം നിങ്ങൾ ആ രജിസ്ട്രേഷൻ നടത്താനായിട്ട്. വൺ ടൈം രജിസ്ട്രേഷൻ ഒരു തവണ മാത്രം ചെയ്താൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും 30 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കാനായിട്ട് പറ്റും. SC/ST കാരായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് 100 രൂപ മതി. ബാക്കി എല്ലാവരും 200 രൂപ അപേക്ഷ ഫീസായിട്ട് സമർപ്പിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അത് ജനറൽ ആപ്ലിക്കേഷൻ തന്നെ ഗവൺമെന്റ് കോട്ട ഉണ്ട്, NCC കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെന്റ് കോട്ട, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. കാര്യം മനസ്സിലാക്കുക. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, കൊമേഴ്സ്യൽ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കോഴ്സുകൾ 2 തരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. ഡിപ്ലോമ എന്നുള്ള 3 വർഷമാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗിനാണ് 3 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും 1 വർഷത്തെ, അതായത് 12 മാസം ഇംപ്ലാന്റ് ട്രെയിനിങ് നമുക്ക് ലഭിക്കും. ബാക്കി എല്ലാവർക്കും 3 വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കാനായിട്ട് പറ്റും എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ www.polyadmission.org എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ട് കാര്യം മനസ്സിലാക്കുക. അതിലെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ, സർക്കാർ കോളേജുകളുണ്ട്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുണ്ട്, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് IHRD കേപ്പ് പോലെയുള്ള കോളേജുകളുണ്ട്, അതുപോലെ സ്വാശ്രയ കോളേജുകളുണ്ട്. ഇവിടങ്ങളിലേക്കൊക്കെ നിങ്ങൾ പ്രത്യേകം അപേക്ഷിക്കുകയാണ് ഓർത്തിരിക്കുക. 30 ചോയ്സ് വരെ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു കോഴ്സും ഒരു ഓപ്ഷനായിട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് 30 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. എന്നാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻസ് തന്നെ കൊടുക്കുക. അതനുസരിച്ചായിരിക്കും സെലക്ഷൻ ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സ്പോർട്സ് കോട്ട, NCC കോട്ട, അങ്ങനെ വിവിധ കാറ്റഗറിയിൽ അതിനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സാധാരണ കോളേജുകളിലേക്ക് 50% സീറ്റും മെറിറ്റ് സീറ്റാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ജനറൽ മെറിറ്റ് ആയിരിക്കും. റിസർവേഷൻ വേണ്ടവരെ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേരിട്ട് ഹാജരാക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. റിസർവേഷൻ ആനുകൂല്യം ലഭിക്കണം എന്നുള്ളവരെ. അതുപോലെ എല്ലാ പോളിടെക്നിക് കോളേജിലും 5% സീറ്റുകൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതായിട്ട് അവർക്ക് പ്രത്യേകം അഡീഷണൽ ആയിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് ഏത് സമയത്തുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കുറവുള്ള കുട്ടികൾക്കാണ് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ 10ാം ക്ലാസ് അല്ലെങ്കിൽ THSLC പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. കേരളയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 3 വർഷം കൊണ്ട് ഈ കോഴ്സ് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് കഴിയും. ക്വാളിഫിക്കേഷൻസ് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, സയൻസ് പഠിച്ചിട്ടുള്ള 10ാം ക്ലാസ് പരീക്ഷ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ മാത്തമാറ്റിക്സും ഇംഗ്ലീഷും പഠിച്ചിട്ടുള്ള അവർക്ക് സ്ട്രീം 2 അപേക്ഷിക്കാനായിട്ട് കഴിയും.
അപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.polyadmission.org എന്നതാണ്. അപ്പോൾ ഈ സൈറ്റിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ എല്ലാ ഡീറ്റെയിൽസും പ്രോസ്പെക്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. വൺ ടൈം രജിസ്ട്രേഷൻ്റെ കാര്യം ഞാൻ പറയും. വൺ ടൈം രജിസ്ട്രേഷൻ എല്ലാവരും നിർബന്ധമായും ചെയ്യണം. 200 രൂപയുടെ അപേക്ഷ ഫീസ് CC കാനഡീസ് ആണെങ്കിൽ അവർക്ക് 100 രൂപയാണ്. ബാക്കി എല്ലാവർക്കും 200 രൂപയായിരിക്കും അപേക്ഷ ഫീസ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ലൈഫ് സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ID പ്രൂഫും കാണിച്ചിരിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്ര വീഡിയോ പൂർണ്ണമായി നിലനിൽക്കുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടായിട്ടാണ് ആശംസിക്കുന്നു. താങ്ക് യു.